ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യഥാർത്ഥ ജീവിതത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുകയാണ്. മരണാനന്തര ജീവിതം നമ്മൾ സൃഷ്ടിച്ചത് ആ ജീവിതത്തിന് വേണ്ടിയിട്ടാണ്, ഈ ജീവിതത്തിന് വേണ്ടിയിട്ടാണ്. ഈ ജീവിതം തന്നതിനാണ്, ആ ജീവിതത്തിന് വേണ്ടിയാണ്. ഇത് ഇസ്ലാം കൃത്യമായി ആവർത്തിച്ച് പറയുന്നുണ്ട്. എന്നാൽ നിങ്ങൾ നോക്കി, ഇതര മതവിശ്വാസങ്ങൾ അവരുടെ അധ്യാപനങ്ങൾക്ക് എടുത്തു നോക്കിയ മരണാനന്തര ജീവിതത്തിന് വലിയ പ്രസക്തിയില്ല. ഏത് മതം എടുത്തു നോക്കുക, വേദം കിട്ടിയെന്ന് അവകാശപ്പെടുന്ന ക്രൈസ്തവ മതത്തിലാകട്ടെ, ക്രിസ്തു മതത്തിലാകട്ടെ, യഹൂദ മതത്തിലാകട്ടെ, അതല്ല ഇവിടുത്തെ പ്രാചീന മതമായ ഹൈന്ദവ പുരാണങ്ങളിലോ ഏത് മതവിശ്വാസികളുടെ അടുത്തെങ്കിലും പരലോക വിശ്വാസത്തിന് ഇമ്പോർട്ടൻസ് ഇല്ല. ചിലർ പറഞ്ഞ എന്താണെന്നറിയോ, മരിച്ചു കഴിഞ്ഞിട്ട് പരിണാമ സിദ്ധാന്തമാണ് പറയുന്നത്. ശരീരത്തിലെ ഒരു മനുഷ്യന്റെ ശരീരത്തിലെ ആത്മാവ് അത് പരകായ പ്രവേശം നടത്തും. ആ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ ഈ ലോകത്ത് നല്ലതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആത്മാവ് വേറൊരു നല്ല ശരീരത്തിലേക്ക് പ്രവേശിക്കും. ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് നന്മ ചെയ്തവനാണെങ്കിൽ അത് ബ്രാഹ്മണന്റെ ശരീരമായിട്ട് ജനിക്കും. അടുത്ത് കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വല്ല കീഴ്ജാതിക്കാരനായി ശൂദ്രനോ ചാണ്ടാളനായിട്ട് ജനിക്കും. അതും അല്ലെങ്കിൽ വല്ല തേളോ പഴുതാരയായിട്ടൊക്കെ ജനിച്ചു മാറുന്നതാണ്. കൃത്യവിശ്വാസവും ഒരിക്കലും സ്വർഗ നരകങ്ങൾക്ക് പരലോകത്തിൽ നിന്ന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. പാപമോചനം കിട്ടാൻ യേശു വിശ്വസിച്ചാൽ മതി. എന്ത് തെറ്റ് ചെയ്ത മനുഷ്യനും പാപപരിഹാരമുണ്ട്. യേശു ക്രൂശിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുക. എല്ലാവരുടെയും പാപം ഏറ്റെടുക്കാൻ മഹാനായ ഈസാ അലൈഹിസ്സലാം യേശു ക്രൂശിക്കപ്പെട്ടു എന്ന വിശ്വാസം മനുഷ്യനുണ്ടായാൽ മതി. നമ്മൾ പാപപരിഹാരം എന്നത് ബൈബിളിൽ പഠിക്കുക. ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം പരലോക വിശ്വാസത്തിന്റെ പ്രാധാന്യം ഇല്ല, നമുക്ക് കാണാൻ കഴിയും. പക്ഷെ ഇസ്ലാം, നിങ്ങൾ വിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ നാസ് വരെ പാരായണം ചെയ്യും. പരലോക വിശ്വാസത്തെ ഊട്ടി ഉറപ്പിക്കുന്ന അനേകം വചനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകാനിരിക്കുക. സ്വർഗ നരകങ്ങൾ, താക്കീതുകൾ, ശിക്ഷ നടപടികൾ. ഈ ദുനിയാവിൽ വഞ്ചിക്കപ്പെടുന്ന ഐഹിക ജീവിതം എന്ന് പറഞ്ഞാൽ വഞ്ചനയുടെ ചരക്കാണ് എന്ന് ആവർത്തിച്ച് നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന കാണുന്നത്. ഇതിനാണ് മനുഷ്യ അത് മറക്കുന്നത്. എൻ്റെ അടുത്ത് ദുനിയാവിൽ അനുവദിച്ചിരുന്ന സുഖ സൗകര്യങ്ങളും നല്ല വിഭവങ്ങളും മനുഷ്യൻ കൈയൊഴിയണമെന്നില്ല. വല തൻസ നസീബക്ക മിന ദുനിയ, അത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ദുനിയാവിൽ നിന്റെ അനുവദിക്കപ്പെട്ട ഓഹരി നീ മറക്കണ്ട, വിസ്മരിക്കണ്ട, എടുത്തോ, പ്രശ്നമല്ല. പക്ഷേ ആഖിറമാണ്, പരലോകമാണ് ഏറ്റവും ഉത്തമവും ശേഷിക്കുന്നത്. അത് നമ്മളെല്ലാം മനസ്സിലുണ്ടാകണം. നമ്മുടെ മനസ്സിൽ നമ്മൾ അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന ഒരു സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ പിൻപറ്റാൻ അള്ളാഹു നമ്മളോട് കൽപ്പിച്ച മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നതിന് പകരം വല്ല സിനിമ, കായിക താരങ്ങളെ നമ്മളെ ബിംബങ്ങളാക്കി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മാതൃകാ പുരുഷന്മാരാക്കി നമ്മൾ പ്രതിഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ, എന്നിട്ട് അവരുടെ ജീവിത നടപടിയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നമ്മൾ നഷ്ടത്തിലായി പോകും. നമ്മളൊന്ന് ആലോചിച്ചു, സിനിമാ താരങ്ങളെ മാതൃകയാക്കാൻ മാത്രം അവരിൽ എന്ത് മാതൃകയാണുള്ളത്? നമുക്കറിയാം, ഈ സമീപകാലത്ത് നമ്മൾ കണ്ടാണ് കുത്തഴിഞ്ഞ ലൈംഗികതയുടെയും ആഭാസത്തിന്റെയും ലോകമാണ് സിനിമ, സംഗീതം, കായിക താരങ്ങളുടെയൊക്കെ ലോകം. ഒരു ഭാഗത്ത് ഒരു മുസ്ലിമിനെ മാതൃകയാക്കാൻ ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, അള്ളാഹുവിന്റെ ദൂതനിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. എല്ലായിടത്തും മാതൃകയാണ്. വേറെടുത്ത് നമ്മളെ മാതൃകയാക്കണം. നമ്മളെ മുടി എങ്ങനെ ആകണം, അത് പുതിയ ട്രെൻഡ് സിനിമാ താരം നമുക്ക് പറഞ്ഞുതരും. നമ്മളെ ഡ്രസ് കോഡ് എങ്ങനെയാകണം, മുത്തുനബി എന്നല്ല, അത് പുതിയ സിനിമാ താരം അല്ലെങ്കിൽ ഈ കായിക താരം നമുക്ക് പറഞ്ഞുതരും. ഫുട്ബോൾ കളിക്കാരൻ ചിലപ്പോൾ അവന്റെ തലയിൽ അവൻ വരച്ചു വെച്ചിരിക്കുന്ന ചില മാപ്പ് അതനുസരിച്ച് നമ്മൾ തല വരയ്ക്കും. സിനിമാ താരങ്ങൾ ഇട്ട ഡ്രസ്സ് അത് ട്രെൻഡായി മാറും. സുന്നത്ത് താടിയിട്ടുള്ള സുന്നത്താണ്, പ്രബലമായ സുന്നത്താണ്, വഴിക്കൽ നിഷിദ്ധവുമാണ്. അപ്പൊ നമ്മള് സുന്നത്ത് ഫോളോ ചെയ്ത് താടിയില്ല. ചിലപ്പോൾ ഇനി നിങ്ങൾ നോക്കി ഏതെങ്കിലും ഒരു സിനിമാ താരം ഒരു ട്രെൻഡാക്കിക്കൊണ്ട് താടി കൊണ്ടുവന്നാൽ പിന്നാണ് താടി തോന്നും. അത് നബിയോടുള്ള മഹബത്തല്ല, സിനിമാ താരത്തിനോടുള്ള മഹബത്താണ്. അയാൾ ട്രെൻഡാക്കിയത് കൊണ്ട് ഞാനും ട്രെൻഡാക്കുന്നു. ഇതാണ് മനുഷ്യന്മാരുടെ അവസ്ഥ. ഇത്തരം അധർമ്മകാരികളെ ഒരിക്കലും, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നമ്മൾ മാതൃകയാക്കരുത്. നമ്മുടെ യൗവനം ആർക്കെങ്കിലും വേണ്ടി കളയാനുള്ളതല്ല. നമ്മുടെ യൗവനം നമുക്കുള്ളതാണ്.
നമ്മളെ ഭാവിക്ക് വേണ്ടിയുള്ളതാണ്. അത് നമ്മൾ ആർക്കെങ്കിലും വേണ്ടി നഷ്ടപ്പെടുത്തുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നു, വലാ തഖഫു മാ ലൈസ ലക ബിഹി ഇൽം. നിനക്ക് വിവരമില്ലാത്തതിന്റെ പിന്നാലെ പോകരുത്. എന്താണ് വിവരമില്ലാത്തതെന്ന് പറഞ്ഞാൽ? അറിവില്ലാത്ത യാതൊന്നിനെയും പിന്തുടരാൻ പാടില്ല. കൃത്യമായ വഹീന്റെ വെളിച്ചമുള്ളതല്ലാതെ വിശുദ്ധ ഖുർആനിന്റെയും തിരുനബിയുടെയും അധ്യാപനമുള്ളതല്ലാത്ത വിഷയങ്ങളെ പിന്തുടർന്ന് പോകരുത്. അല്ലാഹു തആല പറഞ്ഞു, ഇന്ന സമഅ കേൾവി, വൽ ബസറ കാഴ്ച, വൽ ഫുആദ നമ്മുടെ ഹൃദയം അഥവാ ചിന്തിക്കാനുള്ള ഹൃദയം, കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, ഇതിനെ കുറിച്ചൊക്കെ ചോദിക്കപ്പെടും. കൃത്യമായ ചോദ്യം നമുക്കുണ്ടാകുന്നതാണ്. ഞാനും നിങ്ങളൊന്നും വരുമല്ല. എന്റെ കേൾവിയെ, എന്റെ കാഴ്ചയെ, എന്റെ ഹൃദയത്തെ അനുഗ്രഹമാകുന്ന ഈ 3 കാര്യങ്ങളെ അള്ളാഹു തന്നിട്ട് അതിനെക്കുറിച്ച് കൃത്യമായ ചോദ്യം ഉണ്ടാകും. സിനിമയുടെ പിന്നാലെ നടക്കുന്നവരെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. അവന്റെ കാഴ്ച, അവൻ എന്താ കണ്ടത് സിനിമയിലൂടെ, അതിലൂടെ കേൾക്കുന്ന ഡയലോഗുകൾ എന്താണ്, ഇനി സിനിമ നൽകുന്ന സന്ദേശം എന്താണ്, അതാണ് അവന്റെ ചിന്ത. സിനിമ നൽകുന്ന ട്രെൻഡാണ് അവന്റെ ഫിക്കർ. 3 കാര്യങ്ങളെയും ദൂഷിപ്പിക്കുന്നത് അതിലുണ്ട്. എന്താണ്? സിനിമയിലുണ്ട്. കാണുന്ന കാഴ്ച നിഷിദ്ധങ്ങളിലൂടെയാണ്. ഇന്ന സമഅ കേൾക്കുന്ന കാര്യം, അതിലെ ഡയലോഗുകളാണ് അവന്റെ വേദവാക്യം. സിനിമ താരം ഒരു പുതിയ ഡയലോഗ് ഇറക്കിയാൽ അത് അവന്റെ വേദവാക്യമായി. പിന്നെ അവൻ അതായിരിക്കും തന്റെ സുഹൃത്തുക്കളോട് പറയുന്ന ഡയലോഗ്. അതിൽ കാണുന്ന രംഗങ്ങളാണ് അവന്റെ കൺകൂളുകൾ. ആ സിനിമ നൽകുന്ന സന്ദേശമാണ് അവന്റെ ജീവിത ശൈലി. അത് അവന്റെ ചിന്തയാക്കി ആദർശമാക്കി മാറ്റാണ്. നമുക്ക് സഹോദരങ്ങളെ, ഈ ലഹരി വ്യാപനവും ഈ കുത്തഴിഞ്ഞ ലൈംഗികതയും സമൂഹത്തിൽ വ്യാപിപ്പിക്കുന്നതിൽ സിനിമയ്ക്ക് ചെറുതല്ലാത്ത പങ്കുണ്ട്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ഇന്ന് നമ്മൾ മുസ്ലിങ്ങളുടെ വലിയ ശത്രുക്കളായി കാണുന്ന ഫാസിസ്റ്റുകളും സയനിസ്റ്റുകളും, ഇവർ നമുക്ക് വരുത്തുന്നതിനേക്കാൾ വലിയ വിപത്താണ് ഇത്തരം ആഭാസങ്ങൾ നമുക്ക് വരുത്തുന്നത്. കാരണം എന്താണെന്നറിയോ? സയനിസ്റ്റുകളും ഒരുപക്ഷെ ഈ ഫാസിസ്റ്റുകളും നമ്മളെ ദേഹോപദ്രവമായിരിക്കും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ആശയപരമായി നമ്മുടെ പരലോകത്തെ തകർക്കാൻ പദ്ധതിയിട്ട ടീമാണ് ഇവർ. ഇവരെ നമ്മൾ പിന്തുടരാൻ പാടില്ല. ഇന്ന് ചിന്തിച്ചോളൂ, നമ്മളെ മാതൃക ആരാകണം? അള്ളാഹുവിന്റെ റസൂലാകണമോ? അള്ളാഹു തആല പറഞ്ഞു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, ഉത്തമമായ മാതൃകയുണ്ട് എന്ന് പറഞ്ഞ റസൂലിനെ ആകണം. അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണോ? ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി, വിശുദ്ധ ഖുർആനിൽ പറഞ്ഞാണ്, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പ്രവാചകനെ പിന്തുടരണം. നമുക്ക് ബാധ്യതയാണ്. ഒരു വ്യക്തിയെ പിന്തുടരാൻ അള്ളാഹു നമ്മളെ കൽപ്പിച്ചതാണ്. വേറെ ഒരാളെയും പിന്തുടരുവാൻ അള്ളാഹു നമ്മളെ കൽപ്പിച്ചിട്ടില്ല. ആരെയും മാതൃകയാക്കുവാൻ. ആ പ്രവാചകനോട് യോജിക്കുന്നവരെ നമ്മൾ സ്നേഹിക്കും. പ്രവാചകന്റെ സുന്നത്തുകൾക്ക് അനുയോജ്യമായ രൂപത്തിൽ ജീവിക്കുന്നവരോട് നമ്മൾ ബന്ധം സ്ഥാപിക്കും. അതാകണം നമ്മുടെ നിലപാട്. അല്ലാത്ത പക്ഷം, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ നഷ്ടത്തിലകപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും സിനിമ, കായിക താരങ്ങളൊന്നും നമ്മുടെ പ്രിയപ്പെട്ടവരാകേണ്ടതില്ല. കളിക്കരുതൊന്നും ഇസ്ലാമിലില്ല. നമുക്ക് കളിക്കാം. സായാഹ്നങ്ങളിൽ നമുക്ക് ഒഴിവുള്ളപ്പോൾ കുറച്ചു നേരം കളിക്കുന്നതിനോ പന്ത് കളിക്കുന്നതിനോ ക്രിക്കറ്റ് കളിക്കുന്നതിനോ ഒന്നും പ്രശ്നമൊന്നുമില്ല ഇസ്ലാമിൽ. പക്ഷെ അതിന്റെ പേരിൽ ചില പ്രത്യേക വ്യക്തികളെ നമ്മൾ പ്രതിഷ്ഠിക്കുക, അവർ നമ്മുടെ മനസ്സിൽ കൊണ്ടുനടക്കുക, അവർക്ക് വേണ്ടി പ്രത്യേക ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിക്കുക, ചില പ്രത്യേക രാജ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഹിസ്ബുണ്ടാക്കുക, കക്ഷികളല്ല. മറ്റവൻ അർജന്റീന, ഇവൻ ബ്രസീൽ, ഇത് സ്പെയിന് എന്ന് പറഞ്ഞിട്ട് പിന്നെ ടീം ഉണ്ടാക്കുക, പിന്നെ വഴക്കുണ്ടാക്കുക, പടക്കം പൊട്ടിക്കുക. ഇസ്ലാമിന് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ഒരു റമദാൻ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ ചില മാറ്റങ്ങൾക്ക് നമ്മൾ തയ്യാറെടുക്കേണ്ടതുണ്ട്. തീർച്ചയായും ലഹരിയുമായി ബന്ധപ്പെട്ട് അതുമായി ഏതെങ്കിലും സുഹൃത്തുബന്ധങ്ങൾ നമ്മളുണ്ടെങ്കിൽ തന്നെ തീർച്ചയായും അത്തരക്കാരെ നമ്മൾ അവഗണിച്ചെടുക്കുക. അവരെ കഴിയുമെങ്കിൽ ഇതിലേക്ക് നമ്മൾ നന്മയിലേക്ക് വിളിച്ചുകൊണ്ടുവരാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ നമ്മൾ സ്വന്തം നഫ്സിനെ രക്ഷപ്പെടുത്തുക. അതാണ് ആദ്യം. അംഫുസക്കും വാഹിനിക്ക് നാളെന്നാണ്. ആദ്യം സ്വന്തം ശരീരത്തെ രക്ഷപ്പെടുത്തുക. ദുനിയാവിനെയും ആഖിറത്തിനെയും നശിപ്പിച്ചു കളയുന്ന ലഹരിയുമായ ഒരു കൂട്ടം നമുക്ക് വേണ്ട. നമ്മൾ ഉറച്ചു തീരുമാനിക്കുക, അത്ര ആളുകൾ നമുക്ക് വേണ്ട. തീർച്ചയായും അവർ നമ്മളെയും വലിച്ചുകൊണ്ട് പോകും ഈ തിന്മയിലേക്ക്. അതിൽ അടിപ്പെട്ടവരുണ്ടല്ലോ അവന്റെ ജീവിതം, ദുനിയാവിൽ എന്ത് ആസ്വാദനം കിട്ടാൻ. നൈമിഷികമായി ലഹരിയിൽ അടിപ്പെടുന്നതിലൂടെ ഉന്മാദനായി സ്വന്തം ബുദ്ധിയും ചിന്തയും അത് മസ്തിഷ്കമെല്ലാം മരവിപ്പിച്ചുകൊണ്ട് ഒരു ഉന്മാദ ലഹരിയിൽ ഇങ്ങനെ കറങ്ങാന്നല്ലാതെ അതിനപ്പുറം ദുനിയാവിൽ എന്ത് സുഖം അയാൾക്ക് കിട്ടാം. ആലോചിച്ചു.
സ്വന്തം കുടുംബം അവനെ വെറുത്തിട്ടുണ്ടാകും, നല്ല മനുഷ്യന്മാർ അവനെ വെറുത്തിട്ടുണ്ടാകും, അതിലുപരി അള്ളാഹും അവന്റെ മലക്കുകളും അവന് വെറുത്തിട്ടുണ്ടാകും. ഇങ്ങനെ ലഹരിക്ക് അടിപ്പെട്ടവന് നിസ്കരിക്കാൻ കഴിയുമോ? കഴിയൂല. സ്വന്തം ഉമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാൻ അവന് കഴിയുമോ? കഴിയൂല. അതിന് നമ്മളിപ്പോ വാർത്താ മാധ്യമങ്ങളിലൊക്കെ കാണുന്നത് എത്രയോ കുറ്റകൃത്യങ്ങൾ നടക്കുന്നത് ലഹരിയുടെ പിന്നിലല്ലേ. ഇന്നും നമ്മുടെ പൂന്തറയിലെ 4 പേരെ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് പിടികൂടി നടന്ന വാർത്ത, അത് നമ്മുടെ ആൾക്കാർ, നമ്മുടെ സമുദായത്തിൽ നാണക്കേടാണ്. നമ്മുടെ മുസ്ലിം ചെറുപ്പക്കാർ, നമ്മുടെ സഹോദരന്മാർ. ഒരിക്കലും ഈ ഒരു ഗതി നമുക്ക് ഇനി നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾക്ക് ഉണ്ടാകാൻ പാടില്ല. നമ്മളൊരു തീരുമാനം എടുക്കുക. ഇത്തരം തിന്മകൾക്കെതിരെ സമരം നടത്തുന്നവരായി നമ്മൾ തീരണം. ഇതിന് മാർഗമുണ്ട്. നന്മയിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അൽമർഉ അലാ ദീനി ഖലീലിഹി. ഏതൊരു വ്യക്തിയും തന്റെ സുഹൃത്തിന്റെ ആദർശത്തിലായിരിക്കും. നിങ്ങൾ ചിന്തിക്കും, നിങ്ങളുടെ സുഹൃത്ത് ആരാണ്? 5 നേരം നിസ്കരിക്കുന്ന, അള്ളാഹുവിനെ സൂക്ഷിച്ചു ഭയന്ന് ജീവിക്കുന്ന, തഖ്വ പാലിക്കുന്ന, കണ്ണ് താഴ്ത്തുന്ന, സംസാരത്തിൽ മാന്യത വെച്ച് പുലർത്തുന്ന ഒരു വ്യക്തിയാകണം. അതിൽ ഈ പറഞ്ഞതുപോലെയുള്ള അധർമ്മകാരികളായി തീരണം നമ്മുടെ സുഹൃത്തുക്കൾ. ലഹരിക്ക് അടിപ്പെടുന്ന, തെറ്റായ ബന്ധങ്ങൾ സ്ഥാപിക്കുന്ന, ദുനിയാവിന്റെ പിന്നാലെ നടക്കുന്ന, സമ്പത്ത് അനർഹമായി നേടിയെടുക്കാൻ, മോഷ്ടിച്ചിട്ടോ കവർന്നിട്ടോ നേടിയെടുക്കാൻ ഉദ്ദേശിക്കുന്ന തെറ്റായ സുഹൃത്തുക്കൾ നമുക്ക് വേണം? ഒരിക്കലും വേണ്ട. ഈ റമദാൻ നമുക്ക് ഇത്തരം ചില ചിന്തകൾക്ക് കൂടി ഉള്ളതാക്കി മാറ്റും. നമ്മളൊരു അവസരം നമുക്കിപ്പോ കിട്ടി. നമ്മൾ നിസ്കരിക്കാൻ തുടങ്ങി, നമ്മൾ നോമ്പെടുത്തു, അള്ളാഹുവിനെ സൂക്ഷിച്ചു, നമ്മൾ തറാവീഹ് നിസ്കരിച്ചു. ഈ ഒരു വെളിച്ചം നമ്മൾ നിലനിർത്തണം അടുത്ത റമദാൻ വരെ. അടുത്ത റമദാൻ ഒന്നോടെ നമ്മൾ ഡെവലപ്പ് ആക്കണം. നമ്മൾ ആ കാത്തു സൂക്ഷിച്ച തഖ്വയിൽ നമുക്കൊരു വർധനവ് വരണം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ ഒരു അവസരത്തെ ആ രൂപത്തിൽ കൂടി ഉപയോഗപ്പെടുത്തി എടുക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ കണ്ണിനും നാവിനും കാതിനും ഒക്കെ വ്യഭിചാരമുണ്ട് എന്നാണ്. കണ്ണിനും, മനുഷ്യന്റെ ഗുഹ്യാവയവത്തിന് മാത്രമല്ല വ്യഭിചാരം, കണ്ണിന് വ്യഭിചാരമുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഫൽ ഐനാനി സിനാഹുമ അന്നബർ. കണ്ണിന്റെ വ്യഭിചാരം എന്ന് പറഞ്ഞാൽ നോട്ടമാണ്. നോക്കാൻ പാടില്ല. മനുഷ്യന് തെറ്റായ ചിന്തകൾ ഉടലെടുക്കുന്നത് എന്താണ്? ഹറാമിലേക്ക് നോക്കപ്പെടണം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല നമ്മളോട് കൽപ്പിച്ചു, ഖുലിൽ മുഅ്മിനീന യഗ്ദൂ മിൻ അബ്സാരിഹിം വയഹ്ഫദൂ ഫുറൂജഹും. സത്യവിശ്വാസികളോട് കൽപ്പിക്കുക പ്രവാചകരെ, അവരുടെ ദൃഷ്ടികൾ അവർ താഴ്ത്തിക്കൊള്ളട്ടെ. നോട്ടം നിയന്ത്രിക്കാനാണ് പറഞ്ഞത്, അടിച്ചുവിടാനല്ല. അവരുടെ രഹസ്യാവയവങ്ങൾ താഴ്ത്തട്ടെ. നോട്ടം അനിയന്ത്രിതമാകുമ്പോൾ പണ്ഡിതന്മാര് പറഞ്ഞു, പിശാചിന്റെ വിഷം പുരട്ടിയ അമ്പാണ് നോട്ടം. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയും ശൈത്താൻ നമ്മളെ കളിക്കുന്നത് നോട്ടം. നമ്മൾ ദൃഷ്ടി ഒതുക്കിയിട്ടില്ല എങ്കിൽ, ദൃഷ്ടി താഴ്ത്തിയിട്ടില്ലെങ്കിൽ, ദൃഷ്ടിയിലൂടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ചിന്ത ഇട്ടത് മനസ്സിൽ ശൈത്താൻ. ആദ്യം നോട്ടം, ഒരു നോട്ടം. അന്യ പെണ്ണുങ്ങളെ കാണുമ്പോൾ ചെറുപ്പക്കാരും നോക്കും. നോക്കുമ്പോ അടുത്ത പിശാചിന്റെ പണി എന്ന് പറഞ്ഞാൽ ഒരു ചിന്ത, ഒരു ഫിക്രത്തേട്, ഒരു ആഗ്രഹം ജനിപ്പിക്കും. 3ാമത്തെ സ്റ്റെപ്പ് എന്നറിയോ? ആ ആഗ്രഹത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ ഒരു താല്പര്യമാണ്. അതിലേക്ക് പിന്നെ സ്റ്റെപ്പായിട്ട് അതിലേക്ക് പോകും. അങ്ങനെ പിശാച് നമ്മളെ മോഹവലയത്തിലേക്ക് എത്തിക്കും. ദുനിയാവിന്റെ താൽക്കാലികമായ സുഖങ്ങൾക്ക് വേണ്ടി വലിയ വലിയ തെറ്റുകളിലേക്ക് പിശാച് കൊണ്ടുവരും. അതുകൊണ്ട് കണ്ണ് അതിപ്രധാനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണിന്റെ വ്യഭിചാരം എന്നുള്ളത് നോട്ടമാണ്. കാതിന്റെ വ്യഭിചാരം എന്ന് പറഞ്ഞാൽ അത്തരം ഹറാമായ കാര്യങ്ങൾ കേൾക്കലാണ്. അത് കാതിന്റെ വ്യഭിചാരം. സംസാരിക്കലും അതുപോലെ തന്നെ അത്തരം കാര്യങ്ങൾ സംസാരിക്കലാണ് നാവിന്റെ വ്യഭിചാരം. അത്തരം കാര്യങ്ങളിലേക്ക് സ്പർശിക്കലാണ് കൈയിന്റെ വ്യഭിചാരം. അത് ആഗ്രഹം തീർക്കാൻ വേണ്ടി നടക്കലാണ് കാലിന്റെ വ്യഭിചാരം. എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കൊരു സൂക്ഷ്മത, ഒരു ഭയഭക്തി, എല്ലാം എന്റെ ശരീരം എനിക്ക് യഥേഷ്ടം ഉപയോഗിക്കാനുള്ളതല്ല. ഇസ്ലാം പഠിപ്പിക്കുന്നത് അറിയാം, എന്റെ ശരീരം എന്റേതല്ല, എന്റെ റബ്ബ് തന്നതാണ്. എന്റെ ശരീരം എനിക്ക് യഥേഷ്ടം ഉപയോഗിക്കാൻ എന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇത് ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വമാണ്. എന്റെ ശരീരം എന്ന് പറഞ്ഞാൽ എന്റെ റബ്ബ് എനിക്ക് തന്ന വരദാനമാണ്, സമ്മാനമാണ്. അവൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിലല്ലാതെ ഇത് ഉപയോഗപ്പെടുത്താൻ പറ്റൂല. അത് നമ്മൾ തീരുമാനിച്ചാൽ മതി. എന്റെ നോട്ട് എങ്ങനെയാകണം, എന്റെ സംസാരം എങ്ങനെയാകണം, എന്റെ ഇബാദത്തുകൾ, ആരാധനകൾ എങ്ങനെയാകണം, എന്റെ റബ്ബ് തൃപ്തിപ്പെടുന്നത് പോലെ. നമ്മൾ അങ്ങനെ ഒരു പരിവർത്തനത്തിന് വേണ്ടി നമ്മൾ തീർച്ചയായും തയ്യാറായേ മതിയാകും. അതുകൊണ്ട് തന്നെ സിനിമ, സംഗീതം, കായിക താരങ്ങൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിലെ മുഖ്യ താരങ്ങളായി, അവർ നമ്മുടെ ഹീറോകളായി മാറിപ്പോൾ നമ്മുടെ ഹീറോ എന്നുള്ളത്, നമ്മുടെ മാതൃക പുരുഷൻ എന്നുള്ളത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിത്തീരട്ടെ. ഇന്ന് നമ്മൾ തീരുമാനം എടുക്കാം. എന്റെ ഡ്രസ് കോഡിലും
എന്റെ സംസാരത്തിലും എന്റെ പെരുമാറ്റത്തിലും എന്റെ ദൈനംദിന ആരാധനകളിലൊക്കെയും പ്രവാചക തിരുമേനി ഞാൻ കൊണ്ടുവരും, ഇടപെടിക്കും എന്ന ഒരു ഉറച്ച തീരുമാനം നമുക്ക് ഏവർക്കും ഉണ്ടാക്കണം. മറ്റൊന്ന്, നമ്മൾ എടുക്കേണ്ട ഒരു തീരുമാനമാണ് മതപഠനം എന്നുള്ളത്. നമ്മൾ ഭൗതികമായി പല വിഷയങ്ങളും പഠിക്കുന്നവരാണ്, വ്യത്യസ്ത കോഴ്സുകൾ ചെയ്യുന്നവരാണ് നിങ്ങൾ. യുവാക്കൾ വ്യത്യസ്ത മേഖലകളിൽ ജോലി ചെയ്യുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. എന്തുകൊണ്ട്? മതപഠനം, ഖുർആനിലെ ഒരു വചനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ്, അത് നിത്യേന കേൾക്കുന്ന പഠിക്കുന്ന ആളുകളായി തീരാൻ. അത് മതപണ്ഡിതന്മാർക്ക് മാത്രമല്ല. ഈ മതപഠനം എന്ന് പറഞ്ഞാൽ അതെല്ലാവർക്കും ഓരോ മുസ്ലിമിനും പഠിക്കാനുള്ളതാണ്. വഹി ഇറങ്ങുന്ന കാലത്ത് മതപണ്ഡിതൻ എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ വിഭാഗം ഇല്ലായിരുന്നു. സ്വഹാബത്ത് എല്ലാവരും ദീൻ പഠിക്കുന്ന ആൾക്കാരാണ്. എല്ലാവരും അള്ളാഹുവിന്റെ കലാം പഠിക്കുന്നവരാണ്. എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം കേൾക്കുന്നവരാണ്. ചിലർക്ക് കിട്ടിയില്ലെങ്കിൽ എന്തെന്നറിയോ, കച്ചവട തിരക്കിലോ മറ്റോ പോയാൽ കേട്ട ആളുകളിൽ നിന്ന് കേട്ട് പഠിക്കും. പിന്നെ തീരെ നിവർത്തിയില്ല, കച്ചവടം ചെയ്യാൻ പോലും, അത് ഇൻവെസ്റ്റ് ചെയ്യാൻ പോലും പണമില്ലാതെ അത്ര ദരിദ്ര വിഭാഗമായിരുന്ന ഒരു പള്ളിയിൽ കൂടെ, അവരെ അസ്ഹാബു സുഫ എന്ന് പറയുന്നത് പള്ളിയിലുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരമാവധി ഹദീസുകൾ കേട്ട് പഠിച്ചിട്ടുണ്ട്. മഹാനായ അബൂ ഹുറൈറ, പലർക്കും അറിയുന്ന ഒരു സഹാബിയാണ് അബൂ ഹുറൈറ. ആയിരക്കണക്കിന് ഹദീസുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഈ ഉമ്മത്തിന് പഠിപ്പിച്ചുള്ള ഒരു മഹാനാണ്. നബി ഇന്ന് കേട്ട് പഠിച്ചു, കാണാപ്പാടം വിശന്നിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടിയാൽ ചിലപ്പോൾ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട് ഒക്കെ ഇങ്ങനെ കൂടെ കൂടി അങ്ങനെ ഹദീസുകൾ പഠിച്ചെടുത്തു. വരുന്ന തലമുറയ്ക്ക് ഒരുപാട് അധ്യാപനങ്ങൾ നൽകി. അവരാരും മതപണ്ഡിതനാകണം എന്ന് പറഞ്ഞിട്ട് പഠനം തുടങ്ങിയില്ല. മറിച്ച് എന്താണ്, ഓരോ മുസ്ലിമിനും ദീന് പഠിക്കണം. എനിക്കെന്നൊക്കെ ദീന് പഠിക്കണം. കാരണം എന്താ, എനിക്ക് എന്റെ റബ്ബിനെ അറിയണ്ടേ, എന്റെ നബിയെ എനിക്ക് അറിയണ്ടേ, എന്റെ ദീനിൽ ഹലാൽ ഹറാം എന്ന കാര്യങ്ങൾ നിങ്ങൾ അറിയണ്ടേ. അവരങ്ങനെയാണ് പഠിച്ചത്. ചിലരതിന് പണ്ഡിതന്മാരായ പിന്നുണ്ടാകുന്ന കാര്യമാണ്. പക്ഷെ ദീന് പഠിക്കുക എന്നുള്ളത് ഓരോ മുസ്ലിമിന് അനിവാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു മുഖ്യ അജണ്ടയാക്കി നമ്മൾ എടുക്കണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമുക്ക് കാണാം. ഒരു ഹദീസ് സഹാബിയാണ് ഇബ്നു അബ്ബാസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൊച്ചാപ്പയുടെ മകനാണ് ഇബ്നു അബ്ബാസ്, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മഹാന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ഫഖിഹു ഫിദ്ദീൻ വഅല്ലിംഹു തഅ്വീൽ. ഇദ്ദേഹത്തിന് മതത്തിൽ വിജ്ഞാനം, അതുപോലെ വിശുദ്ധ ഖുർആനിന്റെ വ്യാകരണവും പഠിപ്പിക്കണമെന്ന് അല്ലാഹുവോട് ദുആ ചെയ്തിട്ടുണ്ട്. അത് വെറുതെ അദ്ദേഹം ഒരു മഹാപണ്ഡിതനായി തീർന്നല്ല സ്വഹാബി. എന്നറിയോ, ഒരുപാട് ത്യാഗം സഹിച്ചു. അറിവന്വേഷിക്കുന്ന മാർഗത്തിൽ ക്ഷീണവും തളർച്ചയും സഹിച്ചു അദ്ദേഹം. അൻസാരികളായ ചില സ്വഹാബികൾക്ക്, മദീനയിലുള്ള മറ്റു ചില സ്വഹാബികളാണ് അൻസാരികൾ, അവരിൽ നിന്ന് ഒരു ഹദീസ് കേട്ടുപഠിക്കാൻ വേണ്ടിയിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അങ്ങോട്ടേക്ക് നടന്നു ചെല്ലും. നട്ടുച്ചയ്ക്ക് വരെ പോയിട്ടുണ്ട്. ചിലപ്പോ ആ സമയത്ത് തീക്ഷ്ണമായി ചൂടുള്ള കാറ്റടിച്ച് വീശും. അദ്ദേഹത്തിന്റെ തലയിലുള്ള തട്ടം അത് തലയിൽ ഇങ്ങനെ ചുറ്റും. അൻസാരിയുടെ ഡോറിൽ മുട്ടും. ഭൃത്യൻ പുറത്തു വന്നിട്ട് പറയും, അദ്ദേഹം ഉറങ്ങാണ്. അറബികൾക്ക് ചൈലൂലം വരെ ഉറക്കത്തിന്റെ രീതിയാണ്. പകലിന്റെ ഒരു സമയത്ത് ഒരാൾക്ക് ഉറക്കം, ആ ഉറക്കത്തിലാണെന്ന് പറയും. അപ്പൊ ഇബ്നു അബ്ബാസ് അവിടെ പോകില്ല. ചിലപ്പോൾ നടന്നിട്ടായിരിക്കും വന്നത്. അദ്ദേഹം വീട്ടിന്റെ ഒരു വശത്ത് കയറി പുറത്ത് അവിടെ തുണി വിരിച്ച് അവിടെ കിടക്കും. ചിലപ്പോൾ ഈ മണൽക്കാറ്റ്, പൊടിക്കാറ്റ് എല്ലാം അദ്ദേഹത്തിന് മൂടിയിട്ടുണ്ടാകും, ജട വിളിച്ച്. ഇതിൽ ഒരു ഹദീസ് തനിക്കറിയാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വചനം ഈ സ്വഹാബിക്ക് അറിയാം. അതെനിക്ക് കേട്ട് പഠിക്കണമെന്ന ആഗ്രഹം. കാരണം എന്താ, അതൊരു ആരാധന അവർ കണ്ടു, അതിലൊരു ആസ്വാദനം അവർ കണ്ടു. പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, നമുക്ക് അങ്ങനെ കാണാൻ കഴിയണം. അങ്ങനെ അൻസാരിയായ മനുഷ്യൻ പുറത്തിറങ്ങി വരുമ്പോൾ കാണുന്നുണ്ട് പ്രവാചകന്റെ കൊച്ചാപ്പയുടെ മകൻ. ആശ്ചര്യത്തോടു കൂടി ചോദിക്കുന്നതാണ്, അള്ളാഹുവിന്റെ പിതൃവ്യരുടെ മകനെ, നിങ്ങൾ എപ്പോഴാണ് ഇവിടെ എത്തിയത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്ന സമയത്ത് വന്നിട്ടുണ്ട്, കുറെ നേരമായി. എന്തിനാണ് നിങ്ങൾ ആളെ അയച്ചിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരില്ലേ? നബി കുടുംബത്തിൽപ്പെട്ട ആളാണ് അഹ്ലുബൈത്തിലെ. സക്കാത്തിന്റെ മുതൽ അവർക്ക് പാടില്ല. അങ്ങനെ പദവിയുള്ള ഒരു കൂട്ടരാണ് ഇബ്നു അബ്ബാസ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം താൻ കേട്ടിട്ടില്ലാത്തൊരു തിരുവചനം അദ്ദേഹത്തിന്റെ അടുക്കലുണ്ട് എന്ന് അവർക്ക് കേൾക്കാൻ പോയതാണ്. ഈ ഒരു താല്പര്യം പ്രിയപ്പെട്ട നമുക്കുണ്ടാകണ്ടേ? ഖുർആനിന്റെ ഒരു ആയത്ത് കേൾക്കാൻ, ഒരു ഹദീസ് പഠിക്കാൻ അതിയായ ആഗ്രഹം തിടുക്കം നമുക്കുണ്ടാകണ്ടേ? അങ്ങനെ അൻസാരിൽ നിന്ന് ഹദീസ് കേട്ട അദ്ദേഹം മടങ്ങുന്നതാണ്. അങ്ങനെയാണ് പിന്നീട് അദ്ദേഹം
അറിയപ്പെട്ട റഈസുൽ മുഫസ്സിരീൻ, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ ഹെഡ് എന്നാണ് പിന്നീട് അറിയപ്പെട്ടത്. അങ്ങനെയാണ് അധ്വാനിച്ചത്. അറിവ് അന്വേഷിക്കാൻ. ഞാൻ നിങ്ങളൊക്കെ ഈ നമ്മൾ ആലോചിച്ചു, ഭക്ഷണ പാനീയങ്ങൾ നമ്മുടെ ശരീരത്തിന്റെ ജീവൻ നിലനിർത്താൻ ആവശ്യമാണെങ്കിൽ നമ്മുടെ ആത്മാവിന്റെ ജീവൻ എന്നുള്ളത് ഈ വഹിയാണ്, ഖുർആനാണ്. ഇത് മൗലവിമാരും കുറച്ച് മുത്തല്ലിങ്ങളും മാത്രം പഠിച്ച് അവരങ്ങ് പള്ളി മൂലം കൂടേണ്ട ഒരു കാര്യമല്ലത്. അവർ സ്പെഷ്യലായിട്ട് ചിലപ്പോൾ കൂടുതലും പഠിക്കേണ്ടി ഉണ്ടാകും ആഴത്തിൽ. പക്ഷെ ഓരോ മുസ്ലിമും അവന്റെ ദീനുമായി നിരന്തരം ഒരു ബന്ധമുണ്ടാകണം, പഠിക്കണം. നമ്മൾ അങ്ങനെ തീരുമാനിച്ചു നോക്കിയാൽ ദുനിയാവിന്റെ എല്ലാ ഹവകളും നമുക്ക് മാറ്റിവെക്കാൻ പറ്റും. നമുക്കൊരു നല്ല വിശുദ്ധമായ മാന്യമായ ജീവിതം കിട്ടും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സിനിമ, കായിക താരങ്ങൾ പലരുടെ ചിന്ത എന്താണെന്നറിയാം, സിനിമ ഇല്ലെങ്കിൽ, പാട്ടില്ലെങ്കിൽ, ഇങ്ങനത്തെ കുറച്ച് കൂട്ടുകളില്ലെങ്കിൽ ദുനിയാവിലെ ലൈഫിന് എന്താണ് ഒരു സുഖം ഉണ്ടാകുന്നത്? ഈ അടിച്ചുപൊളിയുന്നില്ലെങ്കിൽ എന്തൊരു സുഖം കിട്ടാൻ പോകുന്നത്? പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇരിക്കുന്ന പല നിങ്ങളുടെ മുതിർന്ന ആളുകളുമുണ്ട്. സിനിമാ ലോകം, സംഗീത ലോകം വെടിഞ്ഞിട്ട് വർഷങ്ങളായവർ നമ്മുടെ മുന്നിലുണ്ട്. സംസാരിക്കുന്ന ഞാൻ അടക്കം ഒരിക്കലും ഒരു മടുപ്പും തോന്നിയിട്ടില്ല ഈ ദീനിലേക്ക് വന്നതുകൊണ്ട്. അള്ളാഹുവിന്റെ ഖുർആൻ പഠിക്കുന്നതുകൊണ്ട്, അത് പഠിപ്പിക്കുന്നതുകൊണ്ട്, അത് ജനങ്ങൾക്ക് ആദർശ പ്രബോധനം ചെയ്യുന്ന ഈ ഒരു കൂട്ടായ്മയിൽ ഇങ്ങനെ ചേർന്ന് നിൽക്കണമുണ്ട്. ഒരു മടുപ്പും ജീവിതത്തിൽ തോന്നിയിട്ടില്ല. വർഷങ്ങളായി നമ്മുടെ മുതിർന്ന ആളുകളോട് ചോദിച്ചു നോക്കൂ, സിനിമ കാണാത്തത് കൊണ്ട് എന്ത് ആസ്വാദനമാണ് അവരുടെ ജീവിതത്തിൽ പോയത്. ഒരുപാട് ശബ്ദം പറഞ്ഞത്. സംഗീതം കേൾക്കാത്തതുകൊണ്ട് ഒരുപാട് പിരിമുറുക്കങ്ങൾ മാറി കിട്ടി. റാഹത്താണ് മനുഷ്യൻ. ഇതെന്നറിയാം, അള്ളാഹുവിന്റെ കലാമുമായി അടുത്തു. സംഗീതവും സിനിമയുമായി ആ ലോകത്ത് ചുറ്റിപ്പറ്റി ജീവിക്കുന്നവർ ഒരിക്കലും ഖുർആനിന്റെ വചനങ്ങൾ ഹൃദയത്തിലേക്ക് ഇറങ്ങൂല. അതിന്റെ ആശയങ്ങൾ അവന് ആസ്വദിക്കാൻ കഴിയില്ല. അള്ളാഹുവിന്റെ ഖുർആൻ പഠിക്കുന്ന ഒരു സദസ്സിലാണ് ചിലപ്പോ ആഴ്ചയിൽ 1 മണിക്കൂർ. അത് എവിടെ ഉണ്ട് ഈ മദ്രസ? അറിയാം, കരുത്തുപുഴയിലെ ഉള്ള ആളുകളോടാണ് ഞാൻ പറയുന്നത്. എല്ലാ വെള്ളിയാഴ്ചയും സുബഹി നമസ്കാരം കഴിഞ്ഞ് 1 മണിക്കൂർ ഇവിടെ യുവജനസ് ക്ലാസ് നടക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ നിന്ന് ഏതാനും ചില വചനങ്ങൾ, 1 or 2 ആയത്തുകൾ, ഒരു നോട്ട്ബുക്ക് പേന എടുത്തിട്ട് വന്ന് സദസ്സിലിരിക്കുക. ഇങ്ങനെ കണ്ടുകെട്ടി അറബി ഭാഷയുടെ എങ്ങനെ അതൊന്നുമില്ല, സരളമായി നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. യുവജനസ് പറഞ്ഞല്ല, അതിന്റെ വാക്ക് ഒരു സൂറത്തുൽ ഫാത്തിഹ ആണെങ്കിൽ അൽ ഹംദു നിങ്ങൾ എഴുതി തരും. അൽ ഹംദു, അൽ ഹംദു എന്ന് പറഞ്ഞാൽ സ്തുതി, സർവസ്തുതി എന്നാണ് അതിന്റെ അർത്ഥം. ഹംദു എന്ന് പറഞ്ഞാൽ സ്തുതി, അൽ ഹംദു എന്ന് പറഞ്ഞാൽ സർവസ്തുതി. എങ്ങനെയാണ് സർവസ്തുതി കിട്ടിയത്? അത് ഈ അല്ല് വന്നത് കൊണ്ടാണ്. ലില്ലാഹി, അത് അള്ളാഹുവിന് മാത്രമാണ്. റബ്ബ്, റബ്ബ് എന്ന് പറഞ്ഞാൽ രക്ഷിതാവ്, പരിപാലകൻ, നമ്മളെ ശ്രദ്ധിക്കുകയും ഉപജീവനത്തിൽ ഇങ്ങനെ നമുക്ക് ആയത്തുകളുടെ അർത്ഥം ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. ഒന്ന് നോട്ടിൽ എഴുതിയെടുത്തിട്ട് നമ്മൾ ഓതി നിസ്കരിക്കുന്ന നിസ്കാരത്തിലെ ഒരു സൂറയുടെ അർത്ഥമാണ് ഇത്. നമ്മൾ പഠിച്ചിട്ടൊന്നും നിസ്കരിച്ചു, പഠിക്കാതെ നിസ്കരിക്കുന്ന അടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ സൂറത്തിന്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കിയിട്ട് അതിന്റെ ആശയത്തെ കുറിച്ചൊന്ന് ചിന്തിച്ച് നിസ്കരിച്ചു. നിങ്ങളെ മനസ്സുകളെ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സുകളെ അത് ലോലമാക്കും അല്ലാഹുവിന്റെ വചനം. നമ്മൾ റുകൂഅ് ചെയ്യുമ്പോൾ, സുജൂദ് ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥതലങ്ങളെ, ആശയങ്ങളെ കുറിച്ച് ഒന്ന് ചിന്തിച്ച് പറഞ്ഞു. തീർച്ചയായും നമ്മുടെ മനസ്സിനെ അത് ഹഠാത് ആകർഷിക്കുന്നുള്ളത് ഉറപ്പാണ്. ആ നിലയ്ക്കെല്ലാം നമ്മളൊന്ന് ചിന്തിക്കുക. മതപഠനം ഒരു മുഖ്യ വിഷയമാക്കുക. റമദാൻ കഴിഞ്ഞാൽ പെരുന്നാളോടുകൂടി നമ്മുടെ ഈ അവസ്ഥ അവസാനിപ്പിക്കുന്നത്. നമുക്ക് കിട്ടിയൊരു നല്ലൊരു അവസരം. ചില യുവാക്കളെ കുറിച്ചാണ്, ചിലരെ കുറിച്ച്. പ്രിയപ്പെട്ടവരെ, അവർ റമദാൻ ആകുമ്പോൾ അടുക്കും, പക്ഷെ റമദാൻ കഴിയുമ്പോൾ അകലും. ആരുമായി? റബ്ബുമായി. റബ്ബ് റമദാനിൽ മാത്രമല്ല ഉള്ളത്, എല്ലാ മാസവും 12 മാസവും അള്ളാഹു ഉണ്ട്. അള്ളാഹു നമ്മളെ വീക്ഷിക്കുന്നുണ്ട്, നമ്മളെ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ഈ ഒരു ബോധം നമുക്ക് എല്ലാം ഉണ്ടാകും. ഈ ചെറിയ കുട്ടികളുണ്ട് ഇവിടെ, ചെറിയ കുട്ടികളും ഈ ഇളം പ്രായത്തിൽ നിങ്ങളെ മനസ്സിൽ തൊത്തി വെക്കുക. അള്ളാഹു നമ്മളോടൊപ്പം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത, നീ എവിടെയായിരുന്നാലും നിന്റെ റബ്ബിനെ നീ സൂക്ഷിച്ചു കൊള്ളുക. പ്രിയപ്പെട്ടവരെ, നമസ്കാരം എന്നുള്ള ഇസ്ലാമിന്റെ നെടുന്തൂണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞാൽ റമദാൻ കഴിഞ്ഞാൽ മാറ്റി വെക്കേണ്ട അല്ല നിസ്കാരം. വെള്ളിയാഴ്ച ജുമുഅയ്ക്ക് മാത്രം ഇമാം കൈകെട്ടുന്ന നേരത്ത് ഓടിക്കതച്ച് ഓടുത്ത് പോയി 2 റക്അത്ത് സലാം വിട്ട് നിസ്കരിച്ച് സലാം വിട്ടല്ല നിസ്കാരം പറഞ്ഞാൽ. 5 നേരത്തെ നിസ്കാരം അള്ളാഹു നമുക്ക് ഫർദാക്കിയതാണ്. അത് ഒഴിവാക്കൽ വലിയ കുറ്റം. അറിയാം, വൻ പാപമാണ് നമസ്കാരം ഒഴിവാക്കൽ. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ കബായിറു ദുനൂബുകളിൽ പെട്ടതാണ്. ശരിക്കും ഇസ്ലാമിന്റെ ശരീരത്തനുസരിച്ച് നിസ്കാരം ഒഴിവാക്കിയാണ് ഇസ്ലാമിന് പുറത്താണ്. ഇസ്ലാമിന്റെ നിയമം അതാണ്. അവന് യാതൊരു സ്ഥാനമില്ല. ഞാൻ പറഞ്ഞല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അൽ അഹ്ദുല്ലദി ബൈനനാ വബൈനഹും സ്വലാ ഫമൻ തറകഹ ഫഖദ് കഫർ. ഹദീസുകളിൽ കാണാം, നമുക്കും അന്യമതസ്ഥർക്കും ഇടയിലുള്ള ഒരു വേർതിരിവ് എന്ന് പറഞ്ഞ നിസ്കാരമാണ്.
ആരാണോ നിസ്കരിക്കാത്തത് ഫഖദ് കഫർ, അവൻ അവിശ്വാസിയായി എന്നാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആരാണ് ഉമർ? നമുക്ക് പലർക്കും അറിയാം, ഉമർ ഖലീഫ ഉമർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രധാന ശിഷ്യന്മാരിലൊരാൾ. രണ്ടാമൻ ലാ ഹവ്വ ഫിൽ ഇസ്ലാമി ലിമൻ തറക സ്വലാത്ത്, നിസ്കാരം ഒഴിവാക്കിയ ഇസ്ലാമിൽ ഒരു സ്ഥാനമില്ല, ഒരു സ്ഥാനമില്ല. അതുതന്നെ എത്ര പേരാണ് അതിന്റെ ആധാർ എടുത്ത് നോക്കുമ്പോൾ ഇസ്ലാം മുസ്ലിം ലൈസൻസിലുണ്ടാകും, പക്ഷേ നിസ്കാരമില്ല ദീനില്ല എന്ന് പറഞ്ഞാൽ അവൻ ചിലപ്പോൾ പടച്ചോന്റെ ലിസ്റ്റിൽ നിന്ന് പോയിട്ടുണ്ടാവും, പേരിൽ കാണിക്കാൻ വേണ്ടിയിട്ട്. പലർക്കും ഇന്ന് അതും പറയലൊക്കെ ഒന്ന് കുറച്ചിലായി തുടങ്ങിയിരിക്കുന്നത്. എന്തിനാണ് ഇപ്പൊ മതം അല്ലെ? ക്യാമ്പസുകളിൽ നിന്ന് കിട്ടുന്ന ലിബറൽ ചിന്താഗതികൾ തലയ്ക്ക് പിടിച്ചിട്ട് പലർക്കും മതം തന്നെ മുസ്ലിം എന്ന് പറയുന്ന ഒരു കുറച്ചിലായിട്ട് തോന്നി തുടങ്ങി. അവിടെ ജയിച്ചു, വിശാൽ വിജയിച്ചിരിക്കുക. പടച്ച റബ്ബിനെ നമ്മിൽ നിന്ന് അകറ്റാൻ വേണ്ടി, പടച്ച റബ്ബിൽ നിന്ന് നമ്മെ അകറ്റാൻ വേണ്ടി പ്രിയപ്പെട്ടവരെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നമ്മൾ റമദാൻ നമ്മിൽ നിന്ന് വിട പറയുമ്പോൾ നല്ലൊരു പരിവർത്തനം നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായും ഉണ്ടാകണം, ഒരു മാറ്റം. നമ്മൾ ഇതിന്റെ മുൻനിരയിൽ നിന്ന് ആ ജനങ്ങളെ നയിക്കേണ്ട ആളുകളായി മാറണം. നമ്മൾ പോയി കഴിഞ്ഞാലുണ്ടോ അള്ളാഹുവിന് നഷ്ടം? ഒരിക്കലുമില്ല. നമ്മളിത് വേണ്ട, ഈ ദീനം വേണ്ട, ആദർശം വേണ്ട, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കിട്ടിയ ചാൻസ് അടിച്ചു പൊളിക്കാം മാക്സിമം എന്ന് വിചാരിച്ച് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നഷ്ടം എനിക്കും നിങ്ങൾക്കും, റബ്ബിനില്ല. നിങ്ങൾ പിന്തിരിഞ്ഞു കളയുന്ന പക്ഷം അള്ളാഹു വേറൊരു കൂട്ടം കൊണ്ടുവരും. നമ്മൾ അള്ളാഹിനെ ആരാധിച്ചില്ല, അനുസരിച്ചില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിടെ ആരാധിക്കാതിരിക്കാനൊന്നും വേണില്ല. മലക്കുകളെങ്കിലും ആരാധിക്കും, മനുഷ്യന്മാരെല്ലാം ധിക്കരിച്ചാലും ചെയ്യും. ആകാശവും ഭൂമിയും അള്ളാഹുവിന് കീഴ്പ്പെട്ടിട്ടുണ്ട്. നമുക്ക് റബ്ബിനെ വേണ്ട പറഞ്ഞാൽ അള്ളാഹ്ക്ക് ഒരു നഷ്ടമല്ല, നഷ്ടം നമുക്കാണ്. അങ്ങനെ പോയാൽ നിങ്ങളല്ലാത്ത വേറൊരു കൂട്ടം അള്ളാഹ് ഇവിടെ കൊണ്ടുവരും. അവർ അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുന്നവരായിരിക്കും. ചുമ്മലായി കൂണും അംസാലക്കും, അവർ നിങ്ങളെ പോലെ ആയിരിക്കില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതിൽ ഊരി മാറണ്ട. നമ്മൾ ഈ ദീനിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു തീരുമാനം, ഒരു ഇച്ഛാശക്തി, ദൃഢനിശ്ചയം നമ്മൾ ഇപ്പം എടുക്കുക. തീരുമാനം നമ്മളെ ഇതിൽ നിന്ന് റാഞ്ചി കൊണ്ടുപോകുന്ന ശത്രുക്കളെ, അത് കൂട്ടുകാരന്റെ വേഷത്തിൽ വരാം, ചിലപ്പോ സോഷ്യൽ മീഡിയകളുടെ വേഷത്തിൽ വരാം, ഇൻസ്റ്റ, അതുപോലെ വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇതിലൊക്കെ തിളങ്ങാൻ, ഒന്ന് താരമാകാൻ ഹറാമിന്റെ വഴിയായിരിക്കും ചിലപ്പോൾ മുമ്പിലുള്ളത്. വേണ്ട, നമുക്കത് വേണ്ടെന്ന് തീരുമാനിക്കാം. താൽക്കാലികമാണ്. നമുക്ക് ലൈക്ക് അടിക്കുന്ന ആളുകളും നമ്മളെ പിന്തുടരുന്നവരും നമ്മളെ സപ്പോർട്ട് ചെയ്ത് അതിൽ സുഖം കണ്ടെത്തുമ്പോൾ അതൊക്കെ താൽക്കാലികമാണെന്നൊരു ഓർമ്മ നമുക്കുണ്ടാവുക. അതിലല്ല സുഖം, ആനന്ദം നമുക്ക് ജീവിതത്തിൽ അള്ളാഹു അനുവദിച്ചു തന്ന പല കാര്യങ്ങളിലുമുണ്ട്. അതിൽ നമ്മൾ ഏർപ്പെടുക. ജീവിത സുഖം നമ്മൾ അതിൽ കണ്ടെത്തുക. സന്തോഷത്തോടു കൂടി നമ്മൾ കഴിയുക. മുസ്ലിമായെന്ന് കരുതിയിട്ട് ആർക്കും ദുഃഖിക്കേണ്ട അവസ്ഥയൊന്നും വരില്ല. നന്മകൾ ചെയ്താൽ മതി, നന്മയിലൂടെ ആനന്ദം കണ്ടെത്തുക. നിങ്ങൾക്ക് പറ്റി ഇവിടെ സ്റ്റുഡൻസ് ധാരാളം ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ആ ഒരു രൂപത്തിൽ സംസാരിക്കുന്നത്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങൾക്ക് ചേർന്ന് പ്രവർത്തിക്കാൻ പറ്റിയ ഒരു ഇസ്ലാമിക കൂട്ടായ്മയാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വിദ്യാർത്ഥി വിഭാഗം എന്ന് പറഞ്ഞ സംഘടനയിൽ ഇങ്ങനെ ആളെ കൂട്ടുക, കുറച്ച് ഉണ്ടാക്കുക, അങ്ങനെയൊന്നുമല്ല. ഇതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമ്മൾ ഒരാളുടെ വീട്ടിൽ പോയി വോട്ട് ചോദിക്കില്ല. ഇതിനു വേണ്ടി പ്രത്യേകമായി സാമ്പത്തിക പിരിവില്ല. ഇത് മനുഷ്യന്മാരുടെ നന്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയാണ്. അള്ളാഹിന്റെ ദീന് പഠിക്കാൻ, പഠിപ്പിക്കാൻ, ദഅവത്ത് ചെയ്യാൻ. അതുകൊണ്ട് ഈ കൂട്ടായ്മയോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വിജയം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു ഹദീസ് ഉണ്ടല്ലോ, അൽ മർഉ അലാ ദീനി ഖലീലി. ഓരോ മനുഷ്യനും തന്റെ സുഹൃത്തിന്റെ ആദർശത്തിലായിരിക്കും. നമ്മുടെ ആദർശ സുഹൃത്തുക്കൾ നമ്മൾ തിരഞ്ഞെടുക്കാം, ഇപ്പൊ തിരഞ്ഞെടുക്കാം. അത് ആരാകണം എന്നത്. നമ്മൾ പോകുമ്പോൾ വേറൊരു അവസ്ഥയിൽ, സ്കൂളിൽ, ക്യാമ്പസിൽ പല രൂപത്തിലും വരും. നമ്മളെ നിയന്ത്രിക്കുക, ആത്മനിയന്ത്രണം ഉണ്ടാവുക. ചിലരെ മനഃപൂർവ്വം അവഗണിക്കുക, ജീവിതത്തിൽ നിന്ന് ആ ബന്ധങ്ങളെ വിച്ഛേദിക്കുക, സാഹചര്യങ്ങളെ മാറ്റി നിർത്തുക. തീർച്ചയായും വിജയം ഉറപ്പാണ്, സമീപസ്ഥമാണ്. നമുക്ക് ദുനിയാവിൽ വിജയിക്കാൻ കഴിയും, ആഖിറത്തിൽ വിജയിക്കാൻ കഴിയും. ദുനിയാവും ആഖിറവും അള്ളാഹുവിന്റെ കയ്യിലാണെന്നുള്ളൊരു ഓർമ്മ നമുക്കുണ്ടാകണം. അതുകൊണ്ട് നിസ്കാരം നിലനിർത്തുക, ജമാഅത്ത് നമ്മൾ പതിവാക്കുക, ദിക്ർ ദുആകൾ ഒരുപാട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചെന്നിട്ടുണ്ട്. ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാം. നമ്മൾ നിസ്കാരത്തിന് ശേഷം ദിക്റുണ്ട്, രാവിലെയും വൈകുന്നേരം ചൊല്ലേണ്ട ദിക്റുണ്ട്, ഉറങ്ങുന്നതിന് മുമ്പ് ചൊല്ലേണ്ട ദിക്റുണ്ട്, ഉറക്കം എണീക്കുമ്പോൾ ചൊല്ലേണ്ട ദിക്റുണ്ട്, ടോയ്ലറ്റിൽ കയറുമ്പോൾ പറയേണ്ടതുണ്ട്, ഇറങ്ങിയാൽ പറയേണ്ടതുണ്ട്, വണ്ടിയിൽ കയറുമ്പോൾ ഉള്ളതുണ്ട്, യാത്രയ്ക്കുള്ളതുണ്ട്. ഇതെല്ലാം പ്രാർത്ഥനകൾ. നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടി, അള്ളാഹുവിന്റെ കാവൽ കിട്ടാൻ വേണ്ടി ഒരുപാട് പ്രാർത്ഥനാ ദിക്റുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ചെയ്യുക. ഈത്തികാഫിന് അവസാനത്തെ 10 കഴിയണവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് 10 ദിവസവും ഇരിക്കുക എന്നുള്ളതാണ്. അതിന് കഴിഞ്ഞില്ലെങ്കിൽ രാത്രി എങ്കിലും നീയത്തോടു കൂടി ഈത്തികാഫ്, അവിടെ പോയിരുന്നു സറ പറഞ്ഞ് അലമ്പുണ്ടാക്കി പള്ളി കിടന്ന് ഓടി, അതിനൊന്നല്ല. ഈത്തികാഫ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ മാത്രം ഓർക്കാൻ, നമ്മൾ സ്വയം മാറിയിരിക്കണം. അപ്പോൾ ശരിക്ക് വാപ്പയും ഉമ്മയും സഹോദരങ്ങളെയും കൂട്ടുകാരെയൊക്കെ മാറ്റി
നമ്മുടെ ഹൃദയവും അള്ളാഹുമായി ചേർന്നിരിക്കാനാണ് എത്തിക്കാം. ഒന്ന് പോയി ഒറ്റയ്ക്കിരിക്കുക പള്ളിയിൽ, നമ്മളൊന്ന് ആലോചിക്കുക ജീവിതത്തെക്കുറിച്ച്, ഇനി വരാനിരിക്കുന്ന നമ്മുടെ ഭാവിയെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഖബറിൽ നമ്മുടെ സമീപത്തുണ്ടായിരുന്നവർ, നമ്മുടെ കുടുംബാംഗങ്ങളായി ഉണ്ടായിരുന്നവരൊക്കെ ഖബറിന്റെ മണ്ണിന്റെ അടിയിൽ കിടക്കുന്നുണ്ട്. നമ്മൾ അതുപോലെ എടുത്തു വെക്കപ്പെടുന്ന ഒരു ദിവസത്തെക്കുറിച്ച് ചിന്തിക്കാൻ, അവിടെ വരാനിരിക്കുന്ന ജീവിതത്തെക്കുറിച്ചൊന്ന് ഒറ്റാലോചിക്കാൻ, അതൊരു അവസരമാക്കി എടുക്കണം. എന്നിട്ട് ഖുർആൻ ഓതണം. ചിലർക്കെങ്കിലും ഖുർആൻ ഓതാൻ അറിയില്ലായിരിക്കാം, അല്ലെങ്കിൽ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. ആ അറിയുന്നത് വെച്ചിട്ടൊന്ന് ഓതി അള്ളാഹുവിന്റെ കലാമുമായി ഒരു ബന്ധം വെച്ച് എന്തെങ്കിലുമൊക്കെ നല്ല ആത്മസംസ്കരണം കിട്ടുന്ന പണ്ഡിതന്മാരുടെ ഒരു ചെറിയ പുസ്തകം എടുത്ത് വെച്ച് വായിച്ച് നമ്മൾ മനം തുറന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ കൈ നീട്ടി ഒന്ന് ദുആ ചെയ്ത് കരയേണ്ട സമയങ്ങളാണ്. ദുനിയാവ് അടുത്തുകൊണ്ടേയിരിക്കുകയാണ്, അന്ത്യനാളിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ അങ്ങനെയുള്ള ചില ചിന്തകൾ കരുതിക്കൊണ്ടിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും അപാകതകളും അള്ളാഹു സുബ്ഹാനഹു വ തആല നീക്കുമാറാകട്ടെ. നല്ലൊരു സന്മാർഗത്തോടു കൂടിയുള്ള ജീവിതം നയിക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ക്ലാസുകൾ കേട്ടു. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കിട്ടിയതിനു ശേഷം മാത്രമേ നിങ്ങൾ എഴുന്നേൽക്കാവുള്ളൂ. ഇവിടെ തന്നെയാണ് നോമ്പുതുറയും നമസ്കാരവും ക്രമീകരിച്ചിരുന്നത്. നമസ്കാര ശേഷമായിരിക്കും ഭക്ഷണവും ഉണ്ടാവുക. അപ്പൊ നമ്മുടെ ഈ ഒരു നസീഹത്ത് ക്ലാസ് ഇവിടെ ഒരു യുവപഥം എന്ന പരിപാടിയുടെ സംഘടിപ്പിക്കുന്നതിന്റെ ലക്ഷ്യം യുവാക്കളെ ലക്ഷ്യം വെച്ചാണ്. യുവാക്കളിലേക്ക് എത്തുന്ന സ്റ്റുഡൻസുകളുണ്ട്, അതോടൊപ്പം തന്നെ യുവത്വം കഴിഞ്ഞ രക്ഷിതാക്കളുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. കാരണം പ്രത്യേകിച്ച് തരത്തിൽപ്പിഴി പള്ളിത്തെരുവ് ഇവിടെ ഒരു എല്ലാ റെസിഡൻസും ചേർന്നുകൊണ്ട് ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുകയും ലഹരി മുക്തമായ ഒരു പ്രദേശമായി മാറ്റുകയും ചെയ്യണം എന്നതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും ഈ റമദാനിൽ പോലും രാത്രി ഉറക്കമൊഴിച്ചിരുന്ന് അതേ രീതിയിലുള്ള അന്വേഷണങ്ങളോ അതോടൊപ്പം തന്നെ കോൾ വർക്കുകൾ നടത്തുക. ഇന്നലെ പരുത്തിക്കുഴിയിൽ നിന്നാണ് ഈ പറഞ്ഞ ലഹരി ഉൽപ്പന്നങ്ങൾ ഇവിടെ നിന്ന് പിടിക്കപ്പെടുന്നത്. ഈ പിടിച്ച ആളുകൾ ഇന്ന് രാവിലെ അർദ്ധരാത്രി തന്നെ കഴിഞ്ഞു, രാത്രി തഹജ്ജുദിന്റെ സമയത്തോടുകൂടി അടുത്താകുമ്പോൾ MDMA അടക്കമുള്ള വലിയ ലഹരി പദാർത്ഥങ്ങളാണ് ഇത് പിടിച്ചത്. ഈ പിടിച്ചത് ആരുടെ ജോസഫിന്റേതും അതോടൊപ്പം തന്നെ അയ്യപ്പന്റേതുമല്ല, മുഹമ്മദ് എന്ന പേരില്ല, അബ്ദുറഹ്മാൻ എന്ന പേരില്ല, മുസ്ലിം കുടുംബത്തിൽപ്പെട്ട ആളുകളില്ല. എങ്ങനെ ഉണ്ടായി? അതും ഏറ്റവും വലിയ ഏജുള്ള അല്ലെങ്കിൽ പ്രായച്ച ആളുകളുമല്ല, നമ്മളെ പോലുള്ള കൊച്ചു കുട്ടികൾ, 18 വയസ്സ് 20 25 വയസ്സുള്ള പയ്യന്മാർ, ഇവരെങ്ങനെ എത്തി എന്നുള്ളതൊക്കെ നമ്മൾ അറിയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ യുവത്വം നമ്മൾ എപ്പോഴും തിരിച്ചറിയേണ്ടതുണ്ട്. യുവപഥം എന്ന പേരിൽ ഒരു പ്രോഗ്രാം നടത്തി അതിൽ ഇഫ്താർ ഒരുക്കുമ്പോൾ അതിലേക്ക് പിന്നിലുള്ള ലക്ഷ്യം അത് ചെയ്ത പ്രകാരം സംസ്കരണമാണ്. കാരണം ഉപദേശം കൊണ്ട് എന്ത് എന്ന് ചോദിക്കുന്ന ആളുകളൊക്കെ നമുക്ക് തിരിഞ്ഞു നോക്കാറുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അധ്യാപനമാണ് അല്ലെ. മക്കയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അതിന്റെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ ഇരുണ്ട ഭൂഖണ്ഡത്തിൽ ജീവിച്ചിരുന്ന ഒരു സമൂഹം എന്നാണ് പറയുന്നത്. അത്രമാത്രം അധപതിച്ചിരുന്ന ഒരു സമൂഹം, പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചുകൂടിയിരുന്ന ഒരു സമൂഹം, നിസ്സാര കാര്യങ്ങൾക്ക് പോലും യുദ്ധം ചെയ്തിരുന്ന ഒരു സമൂഹം, പല പേരിലും അവരെ കണ്ണിലും മദ്യത്തിലും മുഴുകിത്തിരിച്ചിരുന്ന ആളുകൾ. പക്ഷെ ആയിഷ റളിയല്ലാഹു അൻഹ, നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പത്നി പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച് അവിടെ പ്രവാചകന്റെ വേണ്ടി വരുന്ന സമയത്ത് അവിടെയൊക്കെ എന്തുണ്ട്? ഈ പറഞ്ഞ എല്ലാ കൂത്തരങ്ങളും അവിടെ നിൽക്കുന്ന സമയമാണ്. അന്ന് വന്ന് നിങ്ങൾ ഒഴിവാക്കുന്നില്ലേ, നിങ്ങളെ മദ്യപാനം ഒഴിവാക്കുന്നില്ലേ, ഈ നീചവൃത്തി ഒഴിവാക്കുന്നില്ലേ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ ആ പ്രവാചകൻ നിങ്ങൾ എന്ത് ചെയ്യില്ലായിരുന്നു? സ്വീകരിക്കില്ലായിരുന്നു എന്നാണ്. മനസ്സ് എന്ത് ചെയ്തു? അള്ളാഹുവിനെ, സൃഷ്ടാവിനെ, ലോകരക്ഷിതാവിനെ, എന്നെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ശിക്ഷിക്കാനും രക്ഷിക്കാനും കഴിവുള്ള റബ്ബിനെ മനസ്സിലാക്കേണ്ട മുറപ്രകാരം അന്നുണ്ടായിരുന്ന മുശ്രിക്കുകൾ അള്ളാഹുനെ പുറമെ ആരാധിച്ചിരുന്നവർ. അപ്പൊ അന്നും അള്ളാഹുനെ ആരാധിച്ചിട്ടുണ്ടെന്ന അല്ലെ, ആ ആളുകൾ അള്ളാഹുനെ മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് ഈ നീചവൃത്തി ചെയ്തത് എന്നാണ്. എങ്കിൽ ആ നീചവൃത്തി മാറ്റാൻ ആദ്യം അള്ളാഹുനെ കുറിച്ച് പഠിപ്പിച്ചു, പരലോകം ഉണ്ടെന്ന് പഠിപ്പിച്ചു. ആ പരലോകത്തിനെ നമ്മൾ ഇവിടെ ചെയ്ത നന്മയ്ക്ക് പുണ്യവും തിന്മയ്ക്ക് ശിക്ഷയും ഉണ്ടെന്ന് പഠിപ്പിച്ചു. അത് അവർക്ക് ബോധ്യം വന്നതിന് ശേഷം നിങ്ങൾ ഇതിൽ നിന്ന് വിരമിക്കാറായില്ലേ എന്ന് ചോദിച്ചപ്പോൾ തന്നെ ഒട്ടകം, നമുക്കറിയാം ഒട്ടകത്തിന്റെ ഹൈറ്റ്, ഈ ഒട്ടകം വരെ മുങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള മദ്യത്തിന്റെ രീപകൾ തച്ചോടച്ച് കളഞ്ഞ് അവർ അതിൽ നിന്ന് മുക്തനായി. പലിശ എത്രയോ ലക്ഷക്കണക്കിന് രൂപ ധർമ്മം കിട്ടാനുള്ളതൊക്കെ അവര് വലിച്ചെറിഞ്ഞു. എന്റെ കാരണം ഖുർആൻ അവർക്കുണ്ടാക്കിയ സ്വാധീനം, പരലോക ബോധം അവർക്കുള്ള സ്വാധീനം. ഇതുണ്ടായാൽ നമ്മുടെ ഈ നാടിന് ഈ ലഹരി ഉൽപ്പന്നങ്ങൾ ഉണ്ടാവില്ല, ലഹരി ഉപയോഗിക്കില്ല. ലഹരി ഉപയോഗിച്ചിരുന്ന ശിക്ഷണം നമ്മളെ കണ്ടു അല്ലെ. നമ്മളെ നേരത്തെ ക്ലാസ് മാതാപിതാക്കൾ കാണുന്നത് കേട്ടു. ഒന്ന് പ്രസവിച്ച് വളർത്തിയ ഉമ്മായെയാണ് വെട്ടി കൊലപ്പെടുത്തിയത്, കഴുത്തട്ട് കൊലപ്പെടുത്തിയത്. കൂടെ കഴിയുന്ന സഹോദരങ്ങളാണ് ഇതെല്ലാം ചെയ്യുന്നത്. എങ്കിൽ ആ അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ നമ്മളെ തന്നെ ബുദ്ധിപരമുണ്ടാക്കാൻ ലഹരി മുക്തമാകണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ ആത്മീയമായ സമസ്യകൾ നമ്മൾ വേണം. മുതിർന്നവരോട് പറയാതെ നമ്മുടെ മക്കളെ നല്ല രീതിയിൽ ദീനിബോധത്തോടു കൂടി നമ്മൾ വളർത്തണം, മദ്രസ ഉപയോഗപ്പെടുത്തണം. ഇവിടെ തന്നെ സലഫി മദ്രസയിൽ ഇവിടെ തന്നെ സൗജന്യമായി തന്നെ
മദ്രസയിൽ ഇപ്പൊ പണം കൊടുത്തിട്ട് ഫീസ് കൊടുത്ത് പഠിക്കാൻ നിർത്തില്ലാത്തൊക്കെ ഫ്രീ ആയിട്ട് തന്നെ ഇവിടെ മദ്രസ എല്ലാ ശനിയാഴ്ച രാവിലെ 6 മുതൽ 8 മണി വരെ മദ്രസയുണ്ട്, സൗജന്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. പുരുഷന്മാർക്ക് മുതിർന്നവർക്ക് എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 6 മുതൽ 7 വരെ വെള്ളിയാഴ്ച പുരുഷന്മാർക്ക് ഖുർആൻ ക്ലാസ് നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ സ്ത്രീകൾക്ക് വ്യാഴാഴ്ച ക്ലാസ് നടക്കുന്നത്. ഇതൊക്കെ ഉപയോഗപ്പെടുത്തുന്ന നല്ല ഒമ്പതായിരുന്നു വാങ്ങാൻ സാധിക്കും. പിരിയാണ് നിങ്ങൾ എല്ലാവരും പെട്ടെന്ന് വെളിയിലേക്ക് പോയി ഒതുവെടുത്ത് തിരിച്ച് ഇവിടെ തന്നെ നിങ്ങളെ ഈ കസേരയൊക്കെ അവിടെ നിന്ന് അവിടെ എന്ത് ചെയ്യുന്നത് നോമ്പ് തുറക്കുന്നത്. അതിനുശേഷം നിസ്കരിക്കാൻ വേണ്ടി ഇവിടെ വരിക. അവിടെ നിസ്കാരം സ്ഥലം ശരിയാവും. അതിനുശേഷം നിസ്കാരം കഴിഞ്ഞ ശേഷം നിങ്ങൾക്കുള്ള ഭക്ഷണത്തിൽ കാണിച്ച് നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാം, അല്ലെങ്കിൽ വീട്ടിലേക്ക് പോകാം. അപ്പൊ നമ്മളിവിടെ ഈ ഇരുന്നത് നമ്മൾ ഇപ്പൊ തന്നെ നമ്മൾ പ്രാർത്ഥനയെ അറിയണം. കാരണം ഈ ഇരുന്നത് വെറുതെ ആയി പോകരുത്. ഒരു ആരെങ്കിലും വിളിച്ചു നിർബന്ധിച്ചതിന്റെ പേരിലാവുന്നത് ഈ നോമ്പെടുത്തുകൊണ്ട് ഈ ഒരു സൗകര്യം പുണ്യം കളിക്കുന്നവരെ നാളെ എനിക്ക് പരലോകത്ത് പുണ്യമാകണേ, എന്റെ മക്കളെ ഞാൻ എത്തിച്ചത് അവരുടെ സോലിഹായി സ്വന്തം ആക്കണേ നിൽക്കുന്നത്. നമ്മള് പ്രാർത്ഥിക്കുക. പ്രസവത്തിന് നമ്മുടെ ഈ റമദാൻ പൂർണ്ണമായിട്ട് നമ്മൾ സ്വീകരിക്കട്ടെ. നോമ്പുകാർക്ക് മാത്രമായ വയ്യാറുള്ള കവാടത്തിലൂടെ കടന്നുപോകുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. മാതാപിതാക്കളെ നല്ല മക്കളായി അവരുടെ കല്ല് കൊടുക്കുന്നവരുടെ മക്കളായി മാറാൻ നല്ല തോഫീക്ക് നൽകി അനുഗ്രഹിക്കുകയും വയ്യാറുള്ള കവാടത്തിലേക്ക് കടന്നുപോകുന്ന സ്വർഗമായ ആവശ്യങ്ങളോട് നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുവാനാണ്. നമ്മൾ തിരികെ സ്വർണ്ണ സുഹാനക്ക കൃഷ്ണതല്ലായ വസ്തു